പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഒരു കാര്യം പറയാനിടയിലാണ് ഈ എബിൻ സാറിൻ്റെ ഒരു ടങ് സ്ലിപ്പ്. ശരി, നമുക്ക് എന്നാ കുറച്ച് ബൾബുകളെ കുറിച്ച് പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ പല കളറിലുള്ള ബൾബുകൾ എപ്പോഴും PSC പരീക്ഷയ്ക്ക് വരലുണ്ട് അല്ലേ? ഓരോന്നും അങ്ങ് പഠിക്കാം. ഓക്കെ, ശരി, എന്നാൽ തുടങ്ങിക്കോ. ഫസ്റ്റ് വരാൻ പോകുന്നത് എന്താണെന്നറിയോ? സോഡിയം വേപ്പർ ലാമ്പ്. കൊത്തട്ടെ, സോഡിയം വേപ്പർ ലാമ്പ്. കണ്ട, മഞ്ഞ നിറം. സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം മഞ്ഞയാണ്. ഓക്കെ, ഈ മഞ്ഞനെ കുറിച്ച് വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം? മഞ്ഞ എപ്പോഴും PSCക്ക് വരുന്ന ഓരോരോ സാധനങ്ങളാണ് അല്ലേ? 1-2 പോയിന്റ് പഠിച്ചാലോ? സയന്റിഫിക് ലാബുകളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന വർണ്ണം മഞ്ഞയാണ്. സാധാരണ നിലക്ക് നമ്മൾ ഡേഞ്ചർ എന്നൊക്കെ പറയുമ്പം റെഡ് കളർ അല്ലേ പ്രതീക്ഷിക്കുക. എന്നാൽ സയന്റിഫിക് ലാബുകളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന വർണ്ണം മഞ്ഞയാണ്. കണ്ടിട്ടില്ലേ നമ്മളെ കെമിക്കൽസ് ഒക്കെ എടുക്കുന്ന പെട്ടിയിൽ ഇങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു തലയോട്ടി, അതൊരു മഞ്ഞ കളർ ബോക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ സയന്റിഫിക് ലാബുകളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന വർണ്ണം മഞ്ഞയാണ്. അതുപോലെ തന്നെ മഞ്ഞയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്, മഞ്ഞ വിപ്ലവം അല്ലേ? മഞ്ഞ വിപ്ലവം എന്താ? എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു PSC ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ കരിമരുന്നിന് മഞ്ഞ നിറം ലഭിക്കാനായി എന്തിന്റെ ലവണങ്ങളാണ് ചേർക്കുന്നത് എന്നല്ലേ? അതിൻ്റെ ഉത്തരം സോഡിയമാണ്. അപ്പോൾ ഈ ഫയർ ക്രാക്കേഴ്സിലൊക്കെ മഞ്ഞ നിറം ലഭിക്കാനായിട്ട് സോഡിയം ലവണങ്ങളാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ നദിയാണ് അല്ലേ? ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന. എന്നാൽ കേരളത്തിലെ മഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റ്യാടിപ്പുഴ. അപ്പോൾ മഞ്ഞ എന്ന് കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഓക്കെ, എന്നാൽ വേറൊരു ബൾബ് പഠിക്കല്ലേ? ഓക്കെ, നെക്സ്റ്റ് ബൾബ് ഇതാ പിടിച്ചോ. ഹൈഡ്രജൻ വേപ്പർ ലാമ്പ്. കണ്ട, നീല നിറം. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം നീലയാണ്. ഇനി നീല കളറിനെ കുറിച്ച് വേറെ എന്തൊക്കെയാ അറിയാം? ചൂട് കൂടിയ നക്ഷത്രത്തിന്റെ നിറം എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നീല നിറമാണ് ചൂട് കൂടിയ നക്ഷത്രം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കത്തിക്കുമ്പോൾ നല്ല രീതിയിൽ കത്തുകയാണെങ്കിൽ, നീല ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് പറയാം അത് നല്ല പോലെ കത്തുന്നുണ്ട്. അതായത് നിറമില്ലാത്ത ജ്വാലയുടെ നിറവും എന്ത് തന്നെയാണ്? നീലയാണ്. ഓക്കെ, എന്നാൽ ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന സാധനം ഏതാണെന്നറിയോ? ബ്ലൂ വിട്രിയോൾ അത് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റിനെയാണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. ഇനി നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യരംഗത്തെ പുരോഗതി അല്ലെ? മത്സ്യകൃഷി രംഗത്തൊക്കെ പുരോഗതിയെയാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ. അടുത്ത ബൾബിലേക്ക് പോയാലോ? കമോൺ, നെക്സ്റ്റ് ബൾബ്. ക്ലോറിൻ വേപ്പർ ലാമ്പ്. കണ്ടോ, പച്ച. ക്ലോറിൻ വേപ്പർ ലാമ്പ് പച്ച നിറമാണ്. പച്ച നിറം. ക്ലോറിൻ വേപ്പർ ലാമ്പിന്റെ നിറം പച്ച. ഇനി പച്ച നിറത്തെ കുറിച്ച് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു നോക്കാം അല്ലേ? പച്ച. മഴവില്ലിന്റെ നടുക്കുള്ള വർണ്ണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയാണ് ഉത്തരം. മഴവില്ലിന്റെ നടുക്ക് അല്ലെ? വേറൊരു ക്വസ്റ്റ്യൻ പറയാം, PSCക്ക് ചോദിച്ചതാ. കണ്ണിന് ആയാസരഹിതമായ വർണ്ണം. കണ്ണിന് ആയാസരഹിതമായ വർണ്ണം പച്ചയാണ്. അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തോന്നും അത് മഞ്ഞയല്ലേ എന്നല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ തന്നെ കളിക്കുമ്പോൾ നമ്മളെ കാലിലൊക്കെ വല്ല മുള്ളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അത് എടുത്തു തരുമ്പോൾ ഒരു കാര്യം പറയൂലേ, പച്ചമലേക്ക് നോക്കിയാൽ മതി, വേദന തന്നെ അറിയൂല എന്ന്. വേണ്ട, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ രോഗി ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം എന്താ? പച്ച കളർ. അതൊക്കെ കണ്ണിന് സുഖകരമാകുന്നതായിരുന്നല്ല. നോക്കിയേ, ഇനിയിപ്പോൾ ഡോക്ടർ ധരിക്കുന്ന വസ്ത്രം, ഡോക്ടർ ഇടുന്ന മാസ്ക്, ക്യാപ്പ്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻ ഒക്കെ പച്ചയാലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിക്ക് സുഖത്തോട് സുഖമാണെന്നുള്ളത് ഓർക്കാം. ശരി, വേറൊരു കാര്യം പറയാം. PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. LP UP ഒക്കെ പഠിത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മത്താപ്പിൽ ബേരിയം സൾഫേറ്റ് ചേർത്താൽ ലഭിക്കുന്ന വർണ്ണം ഏത്? മത്താപ്പിൽ ബേരിയം സൾഫേറ്റ് അല്ലേ? മത്താപ്പ്, കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ്, അമിട്ട് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പല പല കളേഴ്സ് കിട്ടാൻ വേണ്ടി പല പല കെമിക്കൽസ് ആണ് ചേർക്കുന്നത്. ഇനി ഈ മത്താപ്പിൽ ബേരിയം സൾഫേറ്റ് ചേർത്താൽ കിട്ടുന്നത് പച്ച നിറമാണ്. ഓക്കെ, അപ്പൊ പച്ച എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഓർക്കുക. മഴവില്ലിന്റെ നടുക്കുള്ള വർണ്ണം പച്ചയാണ്. കണ്ണിന് ആയാസരഹിതമായ വർണ്ണം പച്ചയാണ്. മത്താപ്പിൽ ബേരിയം സൾഫേറ്റ് ചേർത്താൽ ലഭിക്കുന്ന വർണ്ണവും പച്ച തന്നെയാണ്. ഇനി എന്താ ഈ ഗ്രീൻ വിട്രിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രീൻ വിട്രിയോള് ഫെറസ് സൾഫേറ്റ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ്. അപ്പൊ പച്ച നിറത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ. നമുക്ക് ബൾബിന്റെ കളർ മാറ്റല്ലേ? ദേ പിടിച്ചോ, നൈട്രജൻ വേപ്പർ ലാമ്പ്. കണ്ടോ, റെഡ് അല്ലെ? നൈട്രജൻ വേപ്പർ ലാമ്പ് അല്ലെ? മൊത്തത്തിലൊരു അപായം പോലെ ഉണ്ട് ഇല്ലേ? പേടിക്കണ്ട. അപ്പൊ നൈട്രജൻ വേപ്പർ ലാമ്പിന്റെ കളറ് റെഡ് കളറാണ്. ഇനി ചുവപ്പ് എന്ന് പറയുന്ന നിറത്തിനെ കുറിച്ച് എത്ര കാര്യങ്ങളാ പഠിക്കാനുള്ളത് ഇല്ലേ? തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള വർണ്ണം റെഡാണ്. തരംഗ ദൈർഘ്യം കൂടുതലുള്ള വർണ്ണം റെഡാണ്. അതുപോലെ തന്നെ റെഡ് വേപ്പർ ലാമ്പിന്റെ നിറം നമ്മൾ പറഞ്ഞു നൈട്രജൻ ആണ് അല്ലെ? റെഡ് കളർ ഉള്ളത് നൈട്രജൻ വേപ്പർ ലാമ്പിനാണ്. പിന്നെ ദൃശ്യത കൂടുതലുള്ള വർണ്ണവും റെഡ് ആണ്. നമുക്കറിയാം, ഒരു വലിയൊരു പൂന്തോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണുക ചുവന്ന പൂക്കളായിരിക്കും അല്ലെ? അപ്പൊ കണ്ണിന് ദൃശ്യത കൂടുതലുള്ള വർണ്ണവും റെഡ് ആണ്.
അതേപോലെ തന്നെ ഗാർഹിക വൈദ്യുതീകരണത്തിൽ ഫേസ് ലൈനിന്റെ കേബിളിന്റെ നിറം ചോദിച്ചു കഴിഞ്ഞാലും റെഡ് കളറാണ്. ഫേസ് ലൈനിന്റെ കേബിളിന് കൊടുത്ത കളറ്. പിന്നെ അങ്ങോട്ട് ചുവപ്പ് എന്ന് പറയാൻ ചുവന്ന നദി ഏതാ? ബ്രഹ്മപുത്ര അല്ലെ. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ചുവന്ന ഗ്രഹം ഏതാ? ചൊവ്വ. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്. അതേപോലെ റെഡ് റിബൺ എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞാൽ റെഡ് ഡാറ്റ ബുക്ക് അല്ലെ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ അടങ്ങിയ ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് അല്ലെ. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാന്ന് അറിയാലോ? IUCN ആണ് അല്ലെ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അങ്ങനെ കുറെ ചുവപ്പൻ കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. ദെൻ അടുത്ത കാര്യത്തിലേക്ക് പോവാം, അടുത്ത ബൾബിലേക്ക് പോവാം അല്ലെ. കമോൺ, അടുത്തത് ആർഗൺ വേപ്പർ ലാമ്പ്, പർപ്പിൾ അല്ലെ. ആർഗൺ വേപ്പർ ലാമ്പിന്റെ കളറ് പർപ്പിളാണ്. പൊതുവേ നമ്മൾ ഡിസ്ചാർജ് ലാമ്പിന്റെ കളർ പറയുമ്പോൾ ആർഗണിനെ പറയാറില്ല. എന്നാൽ ഡിസ്ചാർജ് ലാമ്പുകളിൽ ആർഗൺ നമ്മൾ പൊതുവേ പറയലേതാ? ഫിലമെന്റ് ലാമ്പിൽ ഈ ഫിലമെന്റിന്റെ ബാഷ്പീകരണത്തിന്റെ തോത് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്ന ഒരു വാതകമാണ് ആർഗൺ. എന്നാൽ ഇതിന്റെ ഡിസ്ചാർജ് ലാമ്പിലും കളർ ഉണ്ട്. ഡിസ്ചാർജ് ലാമ്പിലെ കളറ് പേർപ്പിൾ ആണ്. പേർപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പേർപ്പിൾ റിബൺ അല്ലെ. പേർപ്പിൾ റിബൺ അൽഷിമേഴ്സിനെതിരെ അൽഷിമേഴ്സിന് ഉള്ള ഒരു അവബോധം നൽകാനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ പേർപ്പിൾ റിബൺ എന്ന് പറയുന്നത്. പിന്നൊന്ന് വിഷ്വൽ പേർപ്പിൾ അല്ലെ. എന്താ ഈ വിഷ്വൽ പേർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മളടുത്ത് തന്നെ ഉള്ള ആളാ. നമുക്കറിയാം കണ്ണിൽ 2 തരം കോശങ്ങളുണ്ട് അല്ലേ, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇതിൽ ഈ മങ്ങിയ വെളിച്ചത്തിലും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയ വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ. ഈ റൊഡോപ്സിനെ വിളിക്കുന്ന വേറൊരു പേരാണ് വിഷ്വൽ പേർപ്പിൾ എന്ന് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തീവ്രപ്രകാശത്തില് അതുപോലെ തന്നെ വർണ്ണങ്ങളൊക്കെ കാണാൻ സഹായിക്കുന്നത് അയോഡോപ്സിൻ ആണ്. ഓക്കെ, കോൺ കോശങ്ങളാണ്. ഈ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയോഡോപ്സിൻ. അയോഡോപ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? വിഷ്വൽ വയലറ്റ്. ഓക്കെ, അപ്പോൾ പേർപ്പിളിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വിഷ്വൽ പേർപ്പിൾ എന്ന് പറയുന്നത് റൊഡോപ്സിൻ ആണ്. അതുപോലെ തന്നെ ആർഗണിന് ഡിസ്ചാർജ് ലാമ്പിൽ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കളറ് പേർപ്പിൾ കളർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. ബൾബിന്റെ കളറൊന്ന് മാറ്റിയാലോ? കമോൺ. മെർക്കുറി വേപ്പർ ലാമ്പ്, വെള്ള നിറം അല്ലെ. മെർക്കുറി വേപ്പർ ലാമ്പിന്റെ നിറം വെള്ള അല്ലെങ്കിൽ ധവള പ്രകാശം തരുന്നത് മെർക്കുറി വേപ്പർ ലാമ്പാണ്. വെള്ള നിറത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ? എല്ലാ കളേഴ്സും കൂടിച്ചേർന്നാൽ കിട്ടുന്ന കളറാണ് ഈ വെള്ള. അതുപോലെ തന്നെ ചൂട് കുറവുള്ള അല്ലെ, നമ്മൾ ചൂടുകാലത്തൊക്കെ ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ് ഇടുകയാണ് നല്ലത് എന്ന് പറയും. കാരണം എന്താ? ഇത് എല്ലാ പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കുക ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചൂടും അതേപോലെ തന്നെയാണ്, ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചൂട് കുറവ് അനുഭവപ്പെടുന്നതാണ് ഈ വെള്ള. ദെൻ വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന സംയുക്തം സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് ആണ്. അപ്പോൾ വെള്ളയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചൂട് കുറവുള്ളതാണ്, എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കളറാണ്, എല്ലാ നിറങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വർണ്ണം വെള്ള നിറമാണ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. എന്നാൽ വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന ഒരു സംയുക്തമുണ്ട്, അത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് കേട്ടോ. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഒരു കളർ ബൾബ് കൂടി നോക്കാം അല്ലേ. കമോൺ, നിയോൺ വേപ്പർ ലാമ്പ്, ഓറഞ്ച് നിറം. ഓക്കെ, നിയോൺ വേപ്പർ ലാമ്പിന്റെ നിറം ഓറഞ്ച് ആണ്. ഓറഞ്ചിനെ കുറിച്ച് വേറെ എന്തൊക്കെയാ പറയാ? നമുക്കൊക്കെ അറിയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താ? ഓറഞ്ച്. ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പേരിട്ടെങ്കിലും ബ്ലാക്ക് ബോക്സിന്റെ നിറം ശരിക്കും ഓറഞ്ച് നിറമാണ്. ദെൻ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് നാഗ്പൂർ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ബൾബുകളെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലെ. നമ്മൾ 7 നിറത്തിലുള്ള ബൾബുകളാണ് പഠിച്ചത് അല്ലേ. സോഡിയം വേപ്പർ ലാമ്പ് മഞ്ഞ നിറമാണ്. ദെൻ നിയോൺ വേപ്പർ ലാമ്പ് ഓറഞ്ച് നിറം, ഹൈഡ്രജൻ വേപ്പർ ലാമ്പ് നീല നിറം, നൈട്രജൻ വേപ്പർ ലാമ്പ് ചുവന്ന നിറം, ക്ലോറിൻ വേപ്പർ ലാമ്പ് പച്ച നിറം. ആർഗൺ വേപ്പർ ലാമ്പ് ആണെങ്കിലോ പേർപ്പിൾ കളറാണ്. ദെൻ മെർക്കുറി വേപ്പർ ലാമ്പ് ആണെങ്കിലോ വൈറ്റ് കളർ. അപ്പൊ ഇത്രയും ബൾബുകളാണ് പഠിച്ചതില്ലേ. ഇത്രയും കളേഴ്സ് പഠിച്ചപ്പോൾ വേറൊരു കാര്യം നോക്കണ്ടേ. ഈ നിറങ്ങൾ വേർതിരിച്ചറിയാനാവാത്ത അസുഖത്തിന് എന്താ പറയാ? വർണ്ണാന്ധത എന്നാ പറയാ. ചില നിറങ്ങളൊക്കെ വേർതിരിച്ചറിയാനാവാത്ത ഈ വർണ്ണാന്ധത ബാധിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയ സയന്റിസ്റ്റ് ആണ് നമ്മുടെ കെമിസ്ട്രിയിലെ ജോൺ ഡാൾട്ടൺ അല്ലേ. ഡാൾട്ടൺ എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആറ്റം, അറ്റോമിക തിയറി ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ജോൺ ഡാൾട്ടണ് കളേഴ്സ് വേർതിരിച്ചറിയാനാവാത്ത ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർണ്ണാന്ധതയെ ഡാൾട്ടണിസം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇനി ഈ വർണ്ണാന്ധത ബാധിച്ച ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കളേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അതറിയാനൊരു എളുപ്പപ്പണിയുണ്ട്. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, ചുവപ്പ്, നീല, ഈ 3 കളേഴ്സാണ്. ഇതിലെ ഈ ചുവപ്പും പച്ചയുമാണ് ഇവർക്ക് വേർതിരിച്ചറിയാനാവാത്തത്.
അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നീല ഇവർക്ക് വേർതിരിച്ചറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഒക്കെ പേജിൻ്റെ കളർ എന്താ? നീലയല്ലേ? കാര്യം എന്താണെന്നറിയോ, നമ്മൾ മാർക്ക് സുക്കംബർഗിനും ഈ വർണ്ണാന്തത ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കളറാണ് ബ്ലൂ. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൻ്റെ പേജിന് ബ്ലൂ കളർ കൊടുത്തത്. അപ്പോൾ പിന്നെ ബ്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെഡും ഗ്രീനും വർണ്ണാന്തത ഉള്ള ആൾക്ക് കൺഫ്യൂഷനുള്ള കളറാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? ഇത്രയും കളറിൽ പഠിച്ച സ്ഥിതിക്ക് ഇനി കളറില്ലാത്തൊരവസ്ഥേനെയും കൂടി കുറിച്ച് പഠിക്കണ്ടേ? ഓക്കെ, കളറില്ലാത്തൊരവസ്ഥ അല്ലെ, ബ്ലാക്ക്. പ്രപഞ്ചത്തിൻ്റെ നിറം ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറവും എന്ത് തന്നെയാണ്? ബ്ലാക്ക് ആണ്. അത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറവും ബ്ലാക്ക് ആണ്. ഓക്കെ, ശരി, അപ്പം ലേറ്റ് ഓൺ ആവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നിറത്തിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. താങ്ക്